ശബരിമല സ്വർണ്ണ കവർച്ച കോടതിയിൽ റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടപടികൾ പുരോഗമിക്കുന്നു. രഹസ്യ നടപടികൾക്ക് കോടതി നിർദ്ദേശം. കോടതിയിൽ നിന്ന് ആളുകളെ പുറത്തിറക്കി. അടച്ചിട്ട മുറിയിലാണ് കോടതി നടപടികൾ. മനോജ്, കോടതി നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിന്റെ സ്വകാര്യത മാനിച്ചുകൊണ്ട് രഹസ്യ നടപടികൾക്ക് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താണ് അവിടെ നിന്നും പറയാൻ കഴിയുന്ന വിവരങ്ങൾ? രോഹിണി, തീർച്ചയായും ഈ മുകളിലുള്ള, അതായത് ഈ കോടതിക്കുള്ളിലുള്ള ആളുകളെയൊക്കെ മറ്റാളുകളെയൊക്കെ പുറത്തിറക്കിയിരിക്കുന്നു. അടച്ചിട്ട മുറിയിലാണ് കൃത്യമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കുക. പെട്ടെന്ന് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തേക്ക് ഇറക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ കേസിന്റെ സാധ്യത, അതായത് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കൂടെ അന്വേഷണ സംഘത്തിന് ലഭിച്ചതോടുകൂടിയാണ് കോടതി ഈ നടപടിയിലേക്ക് കടക്കുന്നത്. എന്തായാലും കേസ് പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കോടതിക്ക് താഴെ തന്നെ വലിയൊരു പോലീസ് സന്നാഹവുമുണ്ട്. ആരെയും കോടതിക്ക് ഉള്ളിലേക്കോ അല്ലെങ്കിൽ ഈ ആവശ്യങ്ങൾ ഇല്ലാത്ത ആളുകളെയൊക്കെ ഈ കോടതിയിൽ നിന്നും മാറ്റുകയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ രാവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടേക്ക് എത്തിച്ചു. കോടതി തുടർ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നു. അതേസമയം തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ ഒരുങ്ങി അന്വേഷണ സംഘം. ആ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നതോടുകൂടി കസ്റ്റഡിയിൽ വിടുവാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കാണ് ഇനി കടക്കുക. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ പ്രതികളിലേക്കും അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണത്തിലേക്കും എത്തിച്ചേരുമെന്നുള്ളത് തന്നെയാണ്. സ്വർണം എവിടേക്കൊക്കെയാണ് എത്തിച്ചിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ആ സ്വർണം കണ്ടെത്തേണ്ടതുണ്ട്. ആ സ്വർണം കണ്ടെത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. ആരൊക്കെയാണ് ഈ വലയിൽ കുടുങ്ങേണ്ടത് എന്നതിനെ പറ്റിയാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിശദമായിട്ടുള്ള പരിശോധന നടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയൊരു തട്ടിപ്പല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഏറെക്കാലമായി ഇതുപോലുള്ള തട്ടിപ്പുകൾ തുടരുന്നുവോ എന്നുള്ളത് കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. 2 കാര്യങ്ങൾ, അതായത് കട്ടിളപ്പാളിയായാലും ദ്വാരപാലക ശില്പങ്ങളായാലും ആ കാര്യങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. വലിയൊരു മഞ്ഞുമലയുടെ ചെറിയ ഭാഗം പുറത്തു വന്ന് ഇനി ആ മഞ്ഞുമല സംബന്ധിച്ച്, അതായത് കൂടുതൽ വിവരങ്ങൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്തിരുന്നെങ്കിൽ പോലും ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് നിർണായക മൊഴി എന്ന് തന്നെ അത് പറയണം. കാരണം എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രാഥമിക വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇനിയുള്ള നടപടിക്രമങ്ങൾ, അതായത് കോടതിയിൽ നിന്നും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോയി ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമെന്നത് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണം ഉൾപ്പെടെ കണ്ടെത്തുവാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം കടക്കുക. എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി യാത്ര ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലേക്കടക്കം ഈ അന്വേഷണം എത്തുമെന്നത് തന്നെയാണ്. ബാംഗ്ലൂരിലേക്കും അതോടൊപ്പം തന്നെ ചെന്നൈയിലേക്കുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യാത്ര അത് വളരെയധികം ദുരൂഹത നിറഞ്ഞതാണ് എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ് അടുത്തതായി, അതായത് അതിന്റെ തെളിവുകളടക്കം പുറത്തു വന്നിരുന്നു. ഇങ്ങനെ ശബരിമലയിൽ വലിയ തട്ടിപ്പിന്, വലിയ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ടോ എന്നതാണ് പരിശോധിച്ചു വരുന്നത്. ഒരിക്കലും ഉദ്യോഗസ്ഥന് മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഒരു കൊള്ള എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉദ്യോഗസ്ഥരോ വിചാരിച്ചു കഴിഞ്ഞാൽ ശബരിമല പോലൊരു മഹാക്ഷേത്രത്തിൽ ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തുവാൻ സാധ്യമല്ല. അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിന്ന് ആരാണോ ചരട് വലിച്ചിട്ടുള്ളത് അവരെ പുറത്തു കൊണ്ടുവരണമെന്നത് തന്നെയാണ് ഉയരുന്ന ആവശ്യം. ഈ ഒരു സാഹചര്യത്തിലാണ് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കൂടെ ഈ അറസ്റ്റിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതി ചേർത്തുകൊണ്ട് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തതിലും 2ലും ഈ ആ സമയത്തുണ്ടായിരുന്ന ദേവസ്വം അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ പ്രതി ചേർത്തിട്ടുണ്ട്. അതിൽ തന്നെ ആദ്യഘട്ടത്തിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ ഉൾപ്പെടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തള്ളിക്കൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ ഇനി കുരുക്കുമുറുകുന്ന സാഹചര്യത്തിൽ ആർക്കും ഇതിൽ നിന്നും പിന്മാറാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ദേവസ്വം ബോർഡിനായാലും ഇപ്പോൾ നിലവിലുള്ള ദേവസ്വം ബോർഡിനായാലും ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഉയരുന്ന ആരോപണം. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ശബരിമലയിൽ നടത്തിയിട്ടുള്ള കൊള്ളയുടെ കണക്കുകളാണ് ഓരോന്നായി ഇങ്ങനെ പുറത്തു വരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നത്. എന്തായാലും ഇനിയുള്ള
ഇനിയുള്ള ദിവസങ്ങൾ അത് നിർണായകമാണ്. മനോജ്, അത് മാത്രമല്ല ഈ കൽപേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് ആദ്യം ചില സംശയങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ തട്ടിയ സ്വർണം ബംഗളൂരു സ്വദേശിയായ കൽപേഷിന് കൈമാറി എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴികളിൽ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് അന്വേഷണ സംഘത്തിന് മനസ്സിലാകുന്നു കൽപേഷ് എന്നുള്ള വ്യക്തി, കൽപേഷ് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നുള്ളത്. പക്ഷേ ഈ കൽപേഷിനെ എത്തിച്ചത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് അടുപ്പിച്ചത് ആര് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചില സംശയങ്ങൾ നിഴലിക്കുന്നുണ്ട്. കൽപേഷിന് പിന്നിൽ ചില ഉന്നതർ ഉണ്ട് എന്നും ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണോ? തീർച്ചയായും അതുതന്നെയാണ്. കൽപേഷ് എന്ന പേര് ഉയർന്നു കേൾക്കുമ്പോൾ തന്നെ അതിൽ അന്വേഷണ സംഘം തേടിയിട്ടുള്ള വിവരങ്ങൾ അതനുസരിച്ച് തന്നെ കൽപേഷിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നത് ആരിലൂടെയാണ് എന്നതിനാണ് അന്വേഷണ സംഘം അത് നോക്കുന്നത്. കാരണം ആരോ ഇതിനു പിന്നിൽ കൃത്യമായും നിയന്ത്രിച്ചിരുന്നു. ഇവരെയൊക്കെ ഈ പദ്ധതിയൊക്കെ തയ്യാറാക്കാനുള്ള ഒരു പ്ലാൻ ആരൊക്കെയോ ഇട്ടിരുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങളിലൂടെ മനസ്സിലാകുന്നത്. ആ കൽപേഷിലേക്ക് എത്തുവാനുള്ള, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരിലെ യാത്രയൊക്കെ തന്നെ ദുരൂഹമാണെന്ന് അന്വേഷണ സംഘം പറയുമ്പോഴും ഈ കൽപേഷിലേക്ക് എത്തുവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ച ഘടകങ്ങൾ ഏതൊക്കെ എന്നുള്ളത് തന്നെയാണ് ഇനി പുറത്തു വരേണ്ട വിവരങ്ങൾ. ആ കൃത്യമായിട്ടുള്ള തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ടാവും ഈ അന്വേഷണം മുന്നോട്ട് പോവുക. കോടതിയുടെ നിരീക്ഷണത്തിൽ കൃത്യമായി റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള കടമ്പകൾ ഇതൊക്കെ തന്നെയാണ്. ഈ രാഷ്ട്രീയ നേതൃത്വം ഇതിനു പിന്നിലുണ്ടോ എന്നുള്ളത് തന്നെയാണ്. ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഈ കൽപേഷിനെ പോലെയുള്ള ഒരു വ്യക്തിയോട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുപ്പിക്കുവാനുണ്ടായിട്ടുള്ള പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ നേതൃത്വമാണോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാണോ എന്നത് തന്നെയാണ്. അത്തരത്തിൽ കേരളം വിട്ട്, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിലൂടെ വരുന്ന പേരുകൾ, അവർക്കൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം അത് കേരളത്തിലുള്ള മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായോ അല്ലെങ്കിൽ മുൻ മന്ത്രിമാരുമായോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് പരിശോധിക്കേണ്ടത്. എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത് അദ്ദേഹം ഈ സർക്കാരുമായും അതോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രിമാരുമായും ഒക്കെ ശക്തമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തിയിരുന്ന ആളാണെന്ന് കൂടെയാണ് ആ ദൃശ്യങ്ങളടക്കം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിലുള്ള ഒരു കൊള്ള നടത്തുവാൻ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്വാധീനം, അതോടൊപ്പം തന്നെ അതിനുവേണ്ടി വഴിവെച്ചിട്ടുള്ള ഈ ഉദ്യോഗസ്ഥരുടെ പങ്കും എല്ലാം പുറത്തു വരേണ്ടതുണ്ട്. അതിന് സഹായകരമായിട്ടുള്ള മറ്റ് നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇത് അതെ മനോജ്, എന്തായാലും അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം കുറച്ച് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വിചാരിച്ചാൽ നടത്താവുന്ന തരത്തിലല്ല ശബരിമലയിലെ കാര്യങ്ങൾ എന്നുള്ളത് ഏവർക്കും വ്യക്തമാണ്. ഇതിനു പിന്നിൽ വലിയൊരു ഗൂഢാലോചനയും കൃത്യമായ ആസൂത്രണവും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.